ഒത്തിരി ദിവസത്തിന് ശേഷം ഒരു കേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ? ആ എക്സൈറ്റ്മെൻ്റാണ് എനിക്ക് ഈ കേക്ക് ചെയ്യുമ്പോൾ തോന്നുന്നത് കേട്ടോ. കുറേ ദിവസമായി ഞാൻ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയിട്ട്. സ്ട്രോബെറി കേക്കിൻ്റെ ഓർഡർ എനിക്ക് വളരെ റെയറായിട്ടാണ് വരുന്നത് കേട്ടോ. സാധാരണ ഈ ബട്ടർ സ്കോച്ച്, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ സാധാരണ കാണുന്ന കേക്കുകൾ, സ്പാനിഷ് ഡിലൈറ്റ്, ബ്രൗണീസ് അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് പോകുന്നത്. സ്ട്രോബെറി ഭയങ്കര റെയറായിട്ടാണ് ഓർഡർ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണും അല്ലല്ലോ. അപ്പോൾ ഞാൻ ക്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വേണ്ടത്. അപ്പം ക്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രീമിലും കുറേ ക്രഷൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഒരു പേസ്ട്രി കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അത് കാരണം തന്നെ 2 ലെയർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര സ്പ്രെഡ് ചെയ്ത് ക്രീമൊക്കെ വളരെ മിനിമലായിട്ട് കുറച്ച് കൊടുത്തിട്ട് കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തികയല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ കുഞ്ഞു 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 പീസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ദെൻ ബൈ ബൈ.